ഞാൻ ആ പിക്കില്ലേ പടം, അതാണ് മെയിൻ പടം, അതിൽ ഞാനൊരു ചന്ദനം അങ്ങ് തൊട്ടു. എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ അങ്ങനെ തൊടേണ്ട കാര്യമില്ലോ. ഞാൻ ഉച്ചയ്ക്ക് ചന്ദനമൊക്കെ തൊട്ട് ഞാൻ പറഞ്ഞു സുന്ദരനായാലും ആൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ സുചേട്ടാ. അപ്പം ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത, അത് ആർക്കും നിങ്ങൾക്ക് പുറമേ നിന്നുള്ളവർക്ക് മനസ്സിലാവുമെന്നറിയില്ല. അദ്ദേഹത്തിന് ആ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആളുടെ കണ്ണ് ചെറിയ കണ്ണാണ്. ഞാൻ പറയാം ഏട്ടാ ആനക്കണ്ണാണല്ലോ, കുഞ്ഞി കണ്ണാണല്ലോ എന്ന് എപ്പോഴും പറയാമായിരുന്നു. ഇങ്ങനെ എപ്പോഴും ഒരു നിറഞ്ഞു തുളുമ്പി അടിക്കുന്ന ഒരു കണ്ണാണ് ഏട്ടൻ്റെ ഓൾറെഡി, എപ്പോഴും ഒരു നനവുള്ള കണ്ണാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ കണ്ണിങ്ങനെ വെള്ളം വരുന്നതായിട്ട് നമുക്ക് തോന്നും. കരയുന്ന, എപ്പം പറയും നിന്നെ നോക്കി കരയുന്നതല്ല, ആ ഒരു ജീവനുള്ള കണ്ണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഫോട്ടോ. ഞാനിങ്ങനെ ചന്ദനം തൊട്ടിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഞാനിങ്ങനെ ഒന്നും ഓർത്തിട്ടില്ല, എനിക്കൊന്ന് കാണണം, പക്ഷെ ഇങ്ങനെ തൊട്ടാൽ കാണുമെന്നൊന്നും ആരും എന്നോട് പറഞ്ഞില്ല. എന്താണെന്നറിയത്തിൽ അത്ഭുതം, ഞാൻ ഉച്ചയ്ക്ക് പോയി കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് ചുമ്മാ ഉറങ്ങി, എന്തോ ഷൂട്ട് കഴിഞ്ഞ് വന്നതാ. എന്തായാലും സ്വപ്നത്തിൽ വന്ന് സംസാരിച്ച് എൻ്റെ അടുത്ത് വന്ന് എന്താ ഞാൻ സ്വപ്നം കാണുന്ന അറിയാലോ, ഒരു ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. അപ്പം ചേച്ചിയുടെ മൂത്ത മോള് ഇളയ ഋതപ്പനെ ഇങ്ങനെ ചാക്കല്ലിങ്ങനെ ചാക്കെന്ന് സാരിയിൽ കെട്ടി ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ്. അപ്പോൾ സൂചന ഓടി വന്ന് വാവുക്കുട്ട നീ കണ്ടില്ലേടി, ലുധിയാമ്മ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ സ്വപ്ന, വാവുക്കുട്ടേന്ന്. ഇതിന് ആര് നിന്നാലും പുള്ളി വാവുക്കുട്ടാന്നേ വിളിക്കത്തുള്ളൂ. ദേഷ്യം കയറിയ വാവുട്ടോ ഇങ്ങനെ വിളിക്കും, അല്ലാതെ വാവുക്കുട്ടെ വാവുട്ട. അപ്പം അതെൻ്റെ അടുത്ത് വന്ന് സംസാരം. അപ്പം എൻ്റെ വിചാരം ആ നിമിഷം ഞാൻ ഓർത്ത് സൂചേട്ടനുണ്ട് തിരിച്ചു വന്ന് സൂചേട്ടാ ഞാൻ പറയാൻ കേട്ടോ. സൂചേട്ട കുറേ നേരം, അതായത് വീട്ടിൽ നിൽക്കുന്ന വേഷം, ഒരു നിക്കർ ഇട്ടാൽ പിന്നെ വീട്ടിനകത്താണെങ്കിൽ ഷർട്ട് എടുത്തില്ല, പുറത്ത് വല്ലൊരു അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലേ ഷർട്ട് എടുത്തുള്ളൂ. അടുക്കളയിലൊക്കെ നിന്ന് അപ്പം പറയാം അടുക്കളപ്പണിയാണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുഡൊക്കെ, എനിക്ക് കിച്ചുവിനും വീട്ടുകാർക്കൊക്കെ നമ്മൾ ചിക്കൻ, ഇപ്പം അമ്മയും പപ്പയും ചിക്കൻ, എനിക്ക് വലിയ കറിയൊന്നും വെക്കാൻ അറിയാതെ, അപ്പം ചിക്കൻ വെച്ചെന്ന് വെച്ചോ. അപ്പോൾ അത് ചൈനീസ് ഫുഡാക്കാനൊക്കെ സൂചേട്ടൻ്റെ ഇഷ്ടമാണ്. അതാണ് ഞാൻ ഈ അടുക്കളയെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കാപ്പി ഉണ്ടാക്കി തരാൻ പുള്ളിക്ക് ഇഷ്ടമാണ്. ആൾക്ക് ഞാൻ കാപ്പി കുടിക്കത്തില്ല, കാപ്പി ചായ ഒന്നും കുടിക്കത്തില്ല. ബിസ്ക്കറ്റ് പൊട്ടിച്ച് കൈ തരാൻ ഇഷ്ടമാണ്. ഞാൻ തിരിച്ച് വിളമ്പി കൊടുത്ത വാവൂട്ടെ, അത് അറിയാവുന്നവർക്കറിയാം, ഞാൻ വിളമ്പി തരാം വാവൂട്ട. അങ്ങനെ എന്നെ ഒരു മോളെ പോലെ നോക്കിയതാണ് ആൾ. ഞങ്ങൾ 15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. മോളെപ്പോലെ നോക്കിയതാണ് അദ്ദേഹം. അപ്പം ആ ഒരു സ്വപ്നത്തിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് ആ ചന്ദനവും തൊട്ടു ഞാൻ ഈ സ്വപ്നവും കണ്ടു. പെട്ടെന്ന് ഞാൻ കണ്ണ് തെളിച്ചപ്പോൾ എല്ലാം സ്വപ്നം.